സഹകരണ പെൻഷൻകാർക്ക് DA കുടിശ്ശിക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോഓപ്പറേറ്റീവ് സർവീസസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡിസംബർ 19-ന് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തും. പെൻഷൻകാരെ ദ്രോഹിക്കുന്ന കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയുക, മിനിമം പെൻഷൻ, പരമാവധി പെൻഷന്റെ പരിധി എന്നിവ ഉയർത്തുക, ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. നിരന്തരമായി ഞങ്ങൾക്ക് DA ഉണ്ടായിരുന്നതാണ്. 9% DA 2021 വരെ ഉണ്ടായിരുന്നതാണ്. അത് 2021 ഒരു പെൻഷൻ പരിഷ്കരണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ലയിപ്പിച്ചിട്ട് പിന്നീട് DA കൊടുക്കാൻ സാധ്യമല്ല, ഫണ്ടില്ല എന്നാണ് അവർ പറയുന്നത്. അത് ശരിയല്ല. കാരണം ഈ രംഗത്തുള്ള ഈ ഇത്രയും പെൻഷൻകാർക്ക് ആകെ ഉള്ളതൊരു സംഘടനയാണ് കേരളത്തിൽ. എല്ലാ വിഭാഗം ആൾക്കാരും ഉൾക്കൊള്ളുന്നൊരു സംഘടനയാണ്. നിരവധി ചർച്ചകൾ നടത്തിയിട്ട് പോലും ഈ പരിപാടി നടന്നു പോകുന്നില്ല. അതാണ് ഞങ്ങളുടെ ഒരു വലിയ ഗ്രീവൻസ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 2022-ലും 2023-ലും ഒക്കെ സമരം ചെയ്തിരുന്നു. DA ആണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. മറ്റൊന്ന്, ഞങ്ങൾ മിനിമം പെൻഷനും പരമാവധി പെൻഷനും വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. മിനിമം പെൻഷൻ ഇപ്പോൾ കൊടുക്കുന്നത് എത്ര അറിയോ? 3600 രൂപ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സമരം ഉദ്ഘാടനം ചെയ്യും. KD പ്രസന്നൻ MLA മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് K ബാലസുബ്രഹ്മണ്യൻ, ജില്ലാ സെക്രട്ടറി R വിശ്വനാഥൻ, മനോമോഹനൻ, A കണ്ണദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.